സമാധാന ചർച്ചകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വ്യോമാക്രമണം കടുപ്പിച്ച റഷ്യയും യുക്രൈനും. റഷ്യൻ വ്യോമസേനാ കേന്ദ്രങ്ങളിൽ യുക്രൈൻ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചു. റഷ്യയുടെ നിരവധി പോർവിമാനങ്ങൾ കത്തിനശിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധുവും ഈ പുതിയ ആക്രമണങ്ങൾ സമാധാന ചർച്ചയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? മധു, ഗുഡ് മോർണിംഗ് പ്രവിത, ഉന്മേഷ്. അത് ബാധിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. റഷ്യ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇന്ന് ഇസ്താൻബുളിൽ യുക്രൈനും റഷ്യയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ ആരംഭിക്കാൻ ഇരിക്കെയാണ് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും വ്യോമാക്രമണം കടുപ്പിച്ച വാർത്തകൾ വരുന്നത്. യുക്രൈൻ ഇതുവരെ നടത്തിയ വ്യോമാക്രമണത്തിലെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ അവർ നടത്തിയത്. റഷ്യയിലെ ബ്രയാൻസ് മേഖലയിലെ ഒരു ഹൈവേ പാലം തകർന്ന് 7 പേർ മരിക്കുകയും അതുപോലെ 69 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ റഷ്യക്കുള്ളിൽ 5ഓളം എയർബേസുകളിൽ യുക്രൈൻ ഇന്നലെ ആക്രമിച്ചു. നിരവധി പോർ വിമാനങ്ങൾ അഗ്നിക്കിരയായിട്ടുണ്ട്. അതുപോലെ ഈ ആക്രമണമൊക്കെ റഷ്യ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആണവശേഷിയുള്ള റഷ്യൻ ബോംബറുകൾക്ക് നേരെയും യുക്രൈന്റെ ഡ്രോൺ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം ഏറെ ശ്രമങ്ങൾക്ക് ശേഷം ഇന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ഇസ്താൻബുളിലെ സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമറോവ് പങ്കെടുക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് നടന്ന ആദ്യ റൗണ്ട് ചർച്ചകൾ യുദ്ധത്തിലെ ഏറ്റവും വലിയ ഈ തടവുകാരുടെ കൈമാറ്റത്തിന് വഴിയൊരുക്കിയിരുന്നു. പക്ഷേ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെ കുറിച്ച് ഒരു സമവായത്തിനും അന്നും ധാരണയുണ്ടായില്ല. ഉന്മേഷ്, പ്രവിത. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.